ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചി, അതായത് അമ്മയുടെ ചേച്ചി ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. തൃക്കാക്കര നഗരസഭ 31-ാം വാർഡ്, അതായത് കുഴിക്കാട്ടുമൂലയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഓഫീസ് ഉദ്ഘാടനമുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് പ്രചരണത്തിന് പോകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വല്യമ്മച്ചിയുടെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നാണ്. ഇവിടെ ഇപ്പോൾ SAR ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ കോക്കാപ്പി ഉണ്ട്, സ്ഥാനാർത്ഥിയുടെ മകനാണിത്, ജൂനിയർ സ്ഥാനാർത്ഥി രോഹിത് കൃഷ്ണ, ഫ്യൂച്ചർ മന്ത്രി അല്ല MLA. അതെ അതെ. MLA ഫുൾ ഫോം എന്താ നോക്കൂ? പണി പാടില്ല. MLA ഫുൾ ഫോം എന്താ? അതൊക്കെ എന്തിനാ നിങ്ങളറിയണേ? എനിക്ക് അറിയാമെന്ന് നോക്കണ്ടേ? എന്താ പറയല്ലോ എനിക്ക്. മിനിസ്റ്റർ ആ മറന്നു. മിനിസ്റ്റർ ലെഫ്റ്റ് ഒന്നും പറയാതെ വിളി, എല്ലാം മുജി. മിനിസ്റ്റർ ലോങ് അതോറിറ്റിയാ, അങ്ങനെ എന്താ അറിയില്ല. അതെ അല്ലേ, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഫ്ലെക്സ് ഒക്കെ വെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഏതോ ഒരു വില്ലയിൽ വോട്ട് ചോദിക്കാൻ നടക്കുവാണ്. സല്ലടേനും ചോദിക്കുന്നുണ്ട്, ആച്ചിയും കോക്കും അവിടെ നിന്ന് വരുന്നുണ്ട്. സാധ്യ വരുന്നുണ്ട്. കാപ്പി എന്തൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി. ഇത് ഇവിടെ വന്നിട്ട് സ്പൈഡർമാൻ കളിക്കുന്നുണ്ട് പുള്ളി. ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവനെ വൃത്തിയാക്കിയെടുക്കുന്ന ജ്യോതി എൻ്റെ അമ്മ. ഇവന്മാരുടെ പരിപാടിയാണിത്. സ്കെച്ച് മൂത്ത് വെച്ച് വെച്ചേക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. നമ്മുടെ 31-ാം ഡിവിഷൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ അഷ്റഫിക്ക, അതുപോലെ തന്നെ നമ്മുടെ നൗഷാദിക്ക, പ്രഭുകുമാർ, സാദിഖ്, കാസിമിക്ക, അതുപോലെ എൻ്റെ മറ്റ് സഹപ്രവർത്തകരായ എല്ലാ നാട്ടുകാരും, അതുപോലെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും, അമ്മ വന്നിട്ടുണ്ട്, കുഞ്ഞമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ശരിക്കും നല്ല അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷം. എൻ്റേതായ സ്വന്തം പേരിൽ ഒരു ഓഫീസ്, ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു സ്ഥാനാർത്ഥിത്വം ഉള്ളത്. ഇതിനു മുമ്പൊന്നും ആ ഒരു സ്ഥാനാർത്ഥി തലത്തിലേക്കൊന്നും ഞാൻ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ പ്രഭു പറഞ്ഞതുപോലെ ഞാൻ ആശാ വർക്കർ എന്ന നിലയിൽ, അതുപോലെ തന്നെ എൻ്റെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങളും പറയുന്നത് തന്നെ ഞാൻ ആശാ വർക്കർ എന്ന നിലയിൽ എൻ്റെ വാർഡിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ഉത്തരവാദിത്വത്തോടും ഭംഗിയോടും കൂടി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇവരെനിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം തന്നതെന്ന് കാസിക്കയും അതുപോലെ തന്നെ സാദിഖും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് ആശാ വർക്കർ ആകുന്നതിന് മുമ്പ് തന്നെ കുടുംബശ്രീയിലെ ഒരു വാർഡ് അംഗമായിരുന്നു. വാർഡിൻ്റെ CDS ആയിരുന്നു. അതിനു മുമ്പേ തന്നെ ഞാനൊരു ആധാരെഴുത്തുകാരിയാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ 18 വയസ്സായപ്പോൾ തന്നെ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക്, സമൂഹമായിട്ട് ഇടപെട്ട് ആളുകളിലേക്ക്
ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്നൊരു വിശ്വാസം, ഈ ഒരു സ്ഥാനാർത്ഥിത്വം വളരെ ഭംഗിയോടുകൂടി, അതുപോലെ തന്നെ ഞാൻ ജയിച്ചു വരണം, ഞാൻ ജയിച്ചേ മതിയാവൂ. ദിലീപ് സാറ് പറഞ്ഞ പോലെ ദിലീപ് സാറ് ഈ ഒരു പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. എൻ്റെ ഗോപിച്ചേട്ടൻ്റെ, എൻ്റെ മൂത്ത ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങളുടെ കുടുംബത്തെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ സാറും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എല്ലാ വിധത്തിലും അഭിമാനം തോന്നുന്നുണ്ട്. ഈ ഒരു അംഗീകാരം കിട്ടിയത് ഒരുപാട് പേരിൽ നിന്ന്, എന്താ പറയുക, ഒരാളെയാണ് ഇവിടുന്ന് കൊടുത്തോളെങ്കിൽ പോലും വേറെ ആളുകൾ കൂടി ഈ ഒരു വാർഡിലേക്ക് സ്ഥാനാർത്ഥിത്തിന് വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏകാണ്ടമായി എൻ്റെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. എന്തായാലും നിങ്ങൾ എനിക്ക് ഈ അനുവദിച്ച് തന്ന ഈ ഒരു എന്താ പറയുക സ്ഥാനം, അത് ഞാൻ വിജയിക്കുമെന്ന് തന്നെ നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് വിജയിച്ചാൽ ഞാൻ എല്ലാവിധ എൻ്റെ ബുദ്ധിയോടുകൂടിയും എല്ലാവിധ എന്താ പറയുക സന്തോഷം, അതുപോലെ തന്നെ അംഗീകാരം എല്ലാം കൂടി വാർഡിൽ നന്നായിട്ട് പ്രവർത്തിച്ച് ഇരിക്കുമെന്ന് പറയും. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന, അതായത് തൃക്കാക്കര 31-ാം വാർഡ് കുഴിക്കാട്ടുമൂലയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AK ദേവയാനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു.